ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരി. മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ എല്ലാവരും തയ്യാറാക്കി എടുക്കാറുള്ളതാണ്. ഇതുപോലെ തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒരു മൺചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് നാളികേരവും അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൽ താഴെ ജീരകവും 2 പച്ചമുളകും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ മാമ്പഴം ഇവിടെ പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര വേണച്ചാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 4-5 മിനിറ്റിനുള്ളിൽ നമ്മുടെ മാമ്പഴം ഇവിടെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പ് നമ്മൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്തിട്ട് ഉടനെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ മാമ്പഴം ഇവിടെ ഏകദേശം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് അല്പം തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി തിളപ്പിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. ഞാൻ മൺചട്ടി സ്റ്റൗവിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ, കടുക്, ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തയ്യാറാക്കി നോക്കൂ കേട്ടോ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.